ഇതായിരിക്കും കേട്ടോ ഫസ്റ്റത്തെ ലോങ് വീഡിയോ. ഷോർട്സ് അല്ലാണ്ട് ലോങ് ഇടുന്നത് ഇതായിരിക്കും. അപ്പോൾ ഇന്ന് ഞാനും അമ്മയും കൂടെ കോഴിക്കോട് പോവാണ്. ഞാനാണ് ഡ്രൈവ് ചെയ്യണേ. തൃശ്ശൂർ ടു കോഴിക്കോടാണ് പോകണം. എൻ്റെ വീട് തൃശ്ശൂരാണ്. ഞാനിപ്പോൾ കോഴിക്കോട് പോയിക്കൊണ്ടിരിക്കുക. ഓക്കെ, ഇപ്പോൾ ഒരു പെട്രോൾ പമ്പിൽ നിർത്തിയിട്ടേക്കാണ്. ഞങ്ങൾ 6:15 സ്റ്റാർട്ട് ചെയ്തു. ഞാൻ അപ്പം തന്നെ ഇൻട്രോ എടുക്കണമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ 6 മണിക്ക് ഇറങ്ങണമെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഒരു 13 മിനിറ്റ് ഒന്ന് ലേറ്റ് ആയപ്പോൾ സ്ട്രെസ്ഡായി. പിന്നെ ഇതെൻ്റെ ഫസ്റ്റ് ടൈമാണ് ഇത്രയും ലോങ് ഞാൻ അമ്മയും മാത്രം പോണത്. അമ്മയ്ക്ക് ട്രെയിനിങ് അറിയില്ല. അപ്പോൾ ഫുൾ റെസ്പോൺസിബിലിറ്റി എൻ്റെയാണ്. കുറച്ച് സ്ട്രെസ്ഡ് ആണോ എന്ന് ചോദിച്ചാൽ ആണ്. ഇങ്ങനെ പപ്പയൊന്നും ഇല്ലല്ലോ, അല്ലെങ്കിൽ ലോങ് പോകുമ്പോൾ അവരാരെങ്കിലുമൊക്കെ ഉണ്ടാവും. പക്ഷെ ഇതാണ് ഫസ്റ്റ് ടൈം ഞാൻ അമ്മയും മാത്രം പോകുന്നത്. അപ്പോൾ ഫസ്റ്റിൽ ഇൻട്രോ എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ കുറച്ച് ഹറിബറി ആയിപ്പോയി, എഴുന്നേക്കാൻ ലേറ്റ് ആയിപ്പോയി. അത് നടന്നില്ല. അപ്പം ഞാൻ ഇനി ബാക്കി അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. നമ്മളിപ്പോൾ കോഴിക്കോട് ഹൈലൈറ്റ് മോളിൽ എത്തിയിട്ടുണ്ട്. അതിന് മുമ്പ് ഞങ്ങൾ 9:15 ആയപ്പോൾ എത്തിയിട്ടുണ്ടായി ഇവിടെ. പക്ഷേ അത് അപ്പോൾ വീഡിയോ എടുത്തില്ല. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ആക്ച്വലി ഞാനിവിടെ വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം അത് വേഗം തീർത്തപ്പോൾ ഞാനിവിടെ ഹൈലൈറ്റ് മോളൊന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. എൻ്റെ കൂടെ അമ്മയുണ്ട്. ഹായ് പറ, കാണാൻ മതി എന്നേക്കാൾ ചോദിക്കും. ഹൈലൈറ്റ് മോളിലുള്ള ഈസി ബൈ എന്ന് പറഞ്ഞൊരു ഷോപ്പില്ലേ, അത് ഭയങ്കര ഇഷ്ടമാണ്. അത് തൃശ്ശൂർ വന്നപ്പോൾ അവിടുത്തെ ഈസി ബൈ ഞാൻ കയറി. ഇവിടുത്തെ അത് എനിക്കത്ര ഇഷ്ടമായില്ല. തൃശ്ശൂരിലത്തെ ഹൈലൈറ്റ് മോളിലത്തെ ഈസി ബൈ. അപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് എന്തായാലും നോക്കാണ്ട് പോവാറില്ല. കാണിച്ചു തരാം, നല്ല കളക്ഷൻസ് ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഈ ഷോപ്പ് ഇപ്പോൾ എവിടെയാണെന്ന് ഇപ്പോൾ തപ്പി പിടിക്കണം. എന്തൊരു വലുതാണ്, അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. ബൈയിൽ ഭയങ്കര മൂച്ചിലായിരുന്നു ഗൈസ്. അവിടെ പക്ഷെ വലിയ കളക്ഷനൊന്നും ഉണ്ടായിരുന്നില്ല. അത് ഞാൻ ഒന്ന് കാണിച്ചു തരാം. അവിടെ ഓരോണം ഞാൻ എനിക്ക് ഒരെണ്ണം ഇഷ്ടപ്പെട്ടു. അത് ഞാൻ ഇട്ട് നോക്കിയപ്പോൾ എക്സ്പ്രസ് എന്നുള്ള ഞാൻ ഇട്ട് നോക്കിയത്. സ്റ്റിൽ എനിക്ക് ഭയങ്കര ലിപ്സ്. പിന്നെ അത് അവിടെ വെച്ചു. പിന്നെ അമ്മയെ ഒരെണ്ണം ട്രൈ ചെയ്തു. അല്ല, ഞാൻ 2 ട്രൈ ചെയ്തില്ല. അതൊരു കഫ്താൻ പോലത്തെ ടോപ്പ് ഞാൻ ട്രൈ ചെയ്തു. അതും ഭയങ്കര ലിപ്സ്, ചെറിയ സൈസ് ഉണ്ട്. അതവിടെ വെച്ചു. ഇനി അത് കഴിഞ്ഞ് ഞങ്ങൾ മാക്സിലൊന്ന് കയറി. അവിടെ നാട്ടിലത്തെ സെയിം കളക്ഷൻ തന്നെ. പിന്നെ അവിടെ ഒന്നും നിർത്തില്ല. അപ്പോൾ പിന്നെ ഞാൻ തിരിച്ച് നെക്സ്റ്റ് ഒന്ന് കയറിയിട്ട് കുറച്ച് സാധനം മേടിക്കാനായിരുന്നു. ഇത് കയറിയിട്ട് തിരിച്ച് പിന്നെ വീട്ടിൽ പോകാനൊക്കെ നോക്കും. അധികം ലേറ്റ് ആവാണ്ട് വീട്ടിലെത്തണം. പിന്നെ അമ്മയ്ക്കും നോക്കി കേട്ടോ. അവിടെ അമ്മയ്ക്കും വലിയ കാര്യമായിട്ടൊന്നും കിട്ടിയില്ല. വലിയ ചിരിക്കിട്ട് ഞാൻ വേറെ നെക്സ്റ്റ് എത്തിയിട്ട് കാണിച്ചു. അതാ നമ്മളിപ്പോൾ ഹൈലൈറ്റ് മോളിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നെസ്റ്റോയിൽ കയറിയിട്ട് പിന്നെ ഒരു ലിൻക ഇങ്ങനത്തെ കുറച്ച് ഡയറി പ്രൊഡക്ട്സ് മേടിച്ചു. എനിക്കൊരു ഫേസ് വാഷ് മേടിച്ചു. പിന്നെ നേരെ വീട്ടിൽ പോവാം. ഇനി ട്രാഫിക്കൊക്കെ ഉണ്ടാവുമോ ഈ നേരത്തെ ഉണ്ടാവില്ലായിരിക്കും. നോമ്പിൻ്റെ ടൈമല്ലേ. കാറ് ഇവിടെ പാർക്ക് ചെയ്ത് നമുക്ക് മറന്നു. നമുക്ക് കിട്ടി കാർ കിട്ടി. അപ്പം ഇനി അവിടെ എത്തിയിട്ട് കാണാം. വഴിയിൽ തന്നെ ഫുഡ് കഴിക്കാൻ നിർത്തുന്നുണ്ടെങ്കിൽ അപ്പോൾ എടുക്കാം.
അമ്മയ്ക്കും നോമ്പായതുകൊണ്ട് തന്നെ ആനന്ദഭവൻ നാട്ടോ ഉച്ചക്കലത്തെ ഭക്ഷണം കഴിച്ചേ. എനിക്ക് പിന്നെ ഈ സീൻ കണ്ടപ്പോൾ കുഞ്ഞിരാമായണം മൂവിയാട്ടോ ഓർമ്മ വന്ന്. അവിയൽ വന്നു, തോരൻ വന്നു, പായസം വന്നു. ആ സീൻ എനിക്ക് ഓർമ്മ വന്ന്. നിങ്ങൾക്ക് ആർക്കൊക്കെ ഇങ്ങനെ നീലനരി ഇഷ്ടം? ഞാൻ ഈ തമിഴ്നാട് സൈഡിലാണ് കൂടുതലും നീലനരി കണ്ടേക്കണേ. എനിക്ക് നീലനരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, മറ്റേ റൗണ്ട് അരിനേക്കാളും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഒരു 4 മണിയോടെ ഞാൻ വീട്ടിലെത്തി. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്